എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ Suryanarayanan. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളീയരുടെ തനതായ അവിയൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതായത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇരുന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ഇത് അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിത് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിയലിൻ്റെ കഷ്ണങ്ങൾ തന്നെയാണ്, അതായത് നമ്മുടെ വെജിറ്റബിൾസ് മുറിക്കുന്ന ആ രീതി തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഫുഡിന് ഒരു പ്രത്യേകത വരുന്നതും ആ ഒരു അടിപൊളിയാവുന്നതും. അപ്പം നമുക്ക് അവിയലിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഈ അവിയലിന് നമ്മൾ ഇങ്ങനെ ഈ ചതുരത്തിലാണ് നമ്മളിത് മുറിക്കേണ്ടത്. അപ്പം നമുക്ക് അവിയലിന് അരിയേണ്ടത് ഒരു ഇഞ്ച്, അതായത് 1 ഇഞ്ച് നീളത്തിൽ ചതുരത്തിൽ നമ്മൾക്ക് എല്ലാ കഷ്ണവും അരിയണം. അപ്പം ഞാനിവിടെ ചേനയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചേന നമ്മൾക്ക് ഒരു കുക്കറിൽ വേവിക്കാനിടാം. ഒരു വിസിൽ, ചേന വേകുന്നത് പോലെ ഒരു വിസിൽ നമുക്ക് വേവിക്കാനിടാം. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിത് വേവിക്കാൻ പാടില്ല. ചേനൻ്റെ ചിലപ്പോൾ വേവ് കറക്റ്റായില്ല എന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള ഐറ്റംസ് ഒക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അവിയൽ തയ്യാറാക്കാനുള്ള പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് നമ്മൾ എല്ലാം ഇതുണ്ടോ, ബീൻസ്, കൊത്തവരയ്ക്ക എല്ലാം ഞാനിവിടെ നീളത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, നമ്മളിത് ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കഷ്ണം മുറിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ നാടൻ വെപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങക്കായ അത് ഇടാം. ഞാൻ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ എത്ര നമുക്ക് എടുക്കണം എന്നൊക്കെ ഉള്ളതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് or 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. പച്ചക്കറി എല്ലാം അത് വേകുന്നതിൻ്റെ ഉള്ളിൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങ വേണ്ടി വരും. അപ്പം നമുക്ക് തേങ്ങയും കുറച്ച് ജീരകം, നമ്മൾ വേറെ ജീരകവും 4 പച്ചമുളകും, ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ തേങ്ങയാണ് പ്രധാനം. അതിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുണ്ട്. അരച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. പച്ചക്കറികളുടെ വിഷാംശം ഉണ്ട്, നമുക്കത് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ശകലം മഞ്ഞപ്പൊടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളെല്ലാം വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇളവൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഇളവനൊക്കെ കറക്റ്റ് ഇതിൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാം കൂടെ വിട്ട് വേവിച്ചു എന്ന് വെച്ചാൽ ഉടഞ്ഞു പോകുന്നതാണ്. ഇനി നമ്മൾ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്ന ചേന ഇട്ട് കൊടുക്കാം. അത് വെള്ളമെല്ലാം ഊറ്റി കളയണം. നമുക്ക് ഈ ചേന മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ഫൈൻ ചോപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതുപോലെ അരയ്ക്കാൻ പാടുള്ളൂ. ഞാനിത് 2ആയിട്ട് പിരിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഇതിലേക്ക്, അതായത് ഇത് തിളച്ച് ഏകദേശം ആയി, ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച്, അതായത് പകുതി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് പിടിക്കാനുള്ള ഒരു ഇതാണ്. പകുതി ആഡ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കുക. അതെല്ലാം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ബെസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് ഏറ്റവും ബെസ്റ്റ്. ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇപ്പം തന്നെ അടിപൊളിയായിട്ടില്ലേ സംഭവം കാണാനും. 2-3 മിനിറ്റ് നമ്മൾ തൈര് ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇനി ബാലൻസ് ഉണ്ടായിരുന്ന അരച്ച് വെച്ച ആ തേങ്ങയില്ലേ, അത് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഈ അവിയലിൽ പയർ, കപ്പയ്ക്ക അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ നമ്മൾ ആഡ് ചെയ്യും. നമ്മൾ ഇത്ര പച്ചക്കറി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ
നമ്മുടെ അവിയലെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം നമ്മുടെ അവിയലെല്ലാം റെഡി ആയിരിക്കണേ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ, സൂപ്പറായിട്ടില്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഞാൻ സെറ്റപ്പായിരുന്നു അവിയൽ. ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്കൊരു ബിഗ് താങ്ക്സ്. നിങ്ങൾ ഇതേപോലെ അവിയൽ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് നമുക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാവുന്ന അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഷിനു സൂര്യനാരായണൻ തന്നെയാണ്. അപ്പോൾ നാളെ പുതിയൊരു വിഭവവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ ഷിനു സൂര്യനാരായണൻ